ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുമായിട്ടാണ്. അപ്പൊ നമുക്ക് എളുപ്പം തന്നെ വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ മുട്ടക്കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മുട്ടയൊന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. നമ്മുടെ മുട്ട പുഴുങ്ങുന്ന സമയത്ത് പൊട്ടിപ്പോകാതെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ ഒരു നുള്ളു വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം പുഴുങ്ങിയെടുത്താൽ മതി. ഇനി നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തക്കാളി ഒന്ന് അടിച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊരു ചെറു തീയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമുക്കിതിലേക്ക് ലേശം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളി പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് കറിക്ക് ആവശ്യമുള്ളത് ഫുള്ളായിട്ട് ഈ സമയത്ത് ചേർക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാനുള്ളത് ചേർക്കാം. ഉള്ളിയുടെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ചതച്ച് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം, അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞാട്ടോ ചേർത്തേക്കുന്നത്. നമുക്കിനി ഇതിന്റെയും പച്ചമണം മാറും വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിന്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരണം. ഈ സമയത്ത് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ലേശം ഒഴിച്ചും കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച തക്കാളിയുടെ പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് നമ്മൾ ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത്, പച്ചവെള്ളം ചേർക്കരുതേ. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ കറിയൊക്കെ ഒന്ന് ഇളക്കുന്ന സമയത്ത് നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ചെറിയ പീസാക്കി എടുത്തതന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. കറിക്ക് ചാറ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഈ സമയത്ത് നമുക്ക് ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് വീഡിയോ സ്കിപ്പായി പോയതാണേ. ഇപ്പൊ നമ്മുടെ കറിയെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ മുട്ടക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് ഫീഡ്ബാക്സ് കമന്റ്സ് വഴി അറിയിക്കാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.